കേരളത്തിന് ലഭിച്ച പൈതൃക സമ്പത്തായ വ്യവസായമാണ് കയർ വ്യവസായം. ആലപ്പുഴ പട്ടണം കേന്ദ്രീകരിച്ചാണ് ഈ കയർ നെയ്ത്ത് വ്യവസായം അഭിവൃദ്ധി പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കയർ വ്യവസായ മേഖലയിൽ ആലപ്പുഴ കയർ ഒരു പ്രത്യേക അടയാളമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഈ വ്യവസായം ഒരല്പം പിന്നോട്ടാണ്. ചകിരിയുടെ ദൗർലഭ്യമാണ് പ്രധാന കാരണം. കാര്യമായി തന്നെ പ്രതിസന്ധിയിലാണ് ഈ വ്യവസായം. ആ ഘട്ടത്തിലാണ് ഒരു സഹകരണ സ്ഥാപനം ഈ വ്യവസായ മേഖലയ്ക്ക് ഉണർവേകാൻ എത്തിയിരിക്കുന്നത്. കഞ്ഞിക്കുഴിയിലെ ചെറുവാരണം കയർ മാറ്റിങ്സ് ആൻഡ് മാറ്റ്സ്. ഈ സ്ഥാപനം വളരെ പ്രത്യേകതയുണ്ട്. തൊഴിലാളികളുടെ തന്നെ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ് സൺ മാഗസിൻ പരിചയപ്പെടുത്തുന്നത്. കേരളീയ ഗ്രാമീണ സ്വയം പര്യാപ്തതയുടെ ആവശ്യങ്ങളിൽ ഇഴചേർന്ന് കിടന്നിരുന്ന ഒരു വ്യവസായമായിരുന്നു കയർ മേഖല. തിളങ്ങുന്ന ഒരു ഭൂതകാലം അതിനുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യ സന്ദർശിച്ച മാർക്കോപോളോ ഉൾപ്പെടെയുള്ള പല വിദേശ സഞ്ചാരികളുടെയും കുറിപ്പുകളിൽ കയർ മേഖലയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഐറിഷ് സ്വദേശിയായ ജെയിംസ് ഡാറയും ഹെൻറി സ്മൈലും ചേർന്ന് 1859 ആലപ്പുഴയിൽ സ്ഥാപിച്ച ഡാറ സ്മൈലൻ കമ്പനിയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. തോടുകളും കായലും തുറമുഖവും ചേർന്ന ജലഗതാഗതത്തിന് അനുകൂലമായ സാഹചര്യം മൂലം ആലപ്പുഴയിൽ ഈ മേഖല വികസിച്ചു. വില്യം ഗുഡേക്കർ ആൻഡ് സൺസ്, മധുര കമ്പനി, ബോംബെ കമ്പനി, പിയേഴ്സ് ലെസ്ലി ആൻഡ് കമ്പനി, വോൾക്കാട്ട് ബ്രദേഴ്സ്, ആസ്പിൻ വാളാൻ കമ്പനി എന്നിവയുടെ ചിറകുകളിൽ ആലപ്പുഴ കയറിൻ്റെ പ്രൗഢി കടൽ കടന്നു. കാലം മാറിയതോടെ ഈ മേഖലയിലും ആധുനിക യന്ത്രങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു. പക്ഷേ നാളികേര ഉത്പാദനം കുറഞ്ഞതും അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും ഈ മേഖലയെ തളർത്തി. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കയർ മേഖലയ്ക്ക് ഉണർവേകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കഞ്ഞിക്കുഴിയിലെ ചെറുവാരണം കയർ മാറ്റ്സ് ആൻഡ് മാറ്റിങ്സ് സഹകരണ സ്ഥാപനം. 300-നടുത്ത് തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും ഈ സ്ഥാപനം തൊഴിൽ നൽകുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലെ എക്സ്പോർട്ടേഴ്സിന് കൈമാറുന്ന ഒരു രീതി തുടങ്ങിയതിന് ശേഷം ചെറുകിട മേഖലയിലും അതേപോലെ സൊസൈറ്റി മേഖലയിലും ഉൽപ്പന്നങ്ങളുടെ വലിയ തോതിലുള്ളൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കാതെ മറ്റ് വൈവിധ്യവൽക്കരണവും യന്ത്രവൽക്കരണവും നടപ്പിലാക്കിക്കൊണ്ട് ആ മേഖലകളിൽ കയർ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തറികളിൽ മറ്റ് പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിച്ചുള്ള ഒരു രീതിയാണ് ഞങ്ങളിവിടെ പരീക്ഷിച്ചത്. 2001 കയർ മന്ത്രിയായിരുന്ന സുശീല ഗോപാലൻ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനം ഇന്ന് കയർ ഉൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് കൂടി ആലോചിക്കുന്നുണ്ട്. ഈ സ്ഥാപനം സത്യത്തിൽ ആരംഭിക്കുന്നത് 2001 ഇതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം നടക്കുന്നത്. അന്നത്തെ കയർ വകുപ്പ് മന്ത്രി സുശീല ഗോപാലനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾക്ക് 10-24 വർഷത്തെ പാരമ്പര്യം മാത്രമാണ് ഇപ്പോൾ ഈ രംഗത്ത് ഉള്ളത്. അത് തുടക്കത്തിൽ തൊഴിലാളികൾ കുറവായിരുന്നുവെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. വൻകിട സ്വകാര്യ കയർ കമ്പനികൾക്ക് തുല്യമായ സംവിധാനങ്ങളാണ് തൊഴിലാളികളാൽ നയിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കയർ ഷോർട്ട് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നമ്മൾ സ്പൂൾ ചെയ്യുക. വണ്ടി സ്പൂൾ ചെയ്ത് കൊടുത്തതിന് ശേഷം വെമ്പിളിയെ കൊണ്ടുവന്ന് അത് വെമ്പിളിയിലാക്കി അതിനുശേഷം കാലുകൊണ്ടായിരുന്നു മുമ്പ് ചവിട്ടിക്കൊണ്ട് അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൊഴിലാളിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ മെഷീൻ വെച്ച് കൊടുക്കുന്നത് സ്ഥാപനം തന്നെ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീനാണ് ചവിട്ടിയെടുക്കുന്നത്. അതിനുശേഷം തറയിൽ കൊണ്ടുവച്ച് പാവ് കോർത്ത് നെയ്യുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. പിന്നെ സ്പൂള് ചുറ്റുന്നത്, പിന്നെ ഉണ്ട ചുറ്റുന്നത്, അതിനുശേഷം ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ പാസിംഗ് പ്ലേസിൽ വന്ന് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് കണ്ടത്. ചെറുവാരണം കയർ കമ്പനിയിൽ 150 തൊഴിലാളികൾ ഇപ്പോൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കയറ്റുപായ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഈ സംഘത്തെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ 160ഓളം പേര് നേരിട്ടും 80 പേർക്ക് പരോക്ഷമായി തൊഴിൽ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയും ഒക്കെ വിവിധ പദ്ധതികൾ അവരുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് സ്ഥാപനത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു 3.5 കോടിയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഇപ്പോൾ നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഞങ്ങൾ മുമ്പിൽ അതിൻ്റെ പ്രൊജക്റ്റ് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പരമ്പരാഗത തറികൾക്ക് പുറമെ യന്ത്രത്തറികളിലും ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവതലമുറയും ഇപ്പോൾ ഈ തൊഴിലിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ മേഖലയിലേക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ കടന്നു വരാൻ മടിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണുള്ളത്. ഇപ്പോൾ ചെറുപ്പക്കാരികളുമായിട്ടുള്ള ഏതാണ്ട് 10-40 മുകളിൽ തൊഴിലാളികളെ മാസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
നിയമിക്കാൻ ഞങ്ങളുടെ ഈ പുതിയ മാറ്റത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രത്യേകതയായിട്ട് കാണുന്നതും ഈ ഒരു സംഘത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. ആലപ്പുഴയിലെ വലിയ കയർ കയറ്റുമതി കമ്പനികൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ ഇവിടെ നിർമ്മിച്ചു നൽകുന്നു. തൊണ്ടുതല്ലി ചകിരിയാക്കുന്നത് മുതൽ കയറിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. കയറിൻ്റെ ലഭ്യതക്കുറവ് മൂലം പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ചണം ഉൾപ്പെടെയുള്ള നാരുകൾ വൻതോതിൽ വാങ്ങി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഞങ്ങൾ പുതിയ സാമ്പിളുകൾ ഈ മിൽസ്പണ്ട് പോലെ ജൂട്ട് പോലുള്ള ഉൽപ്പന്നങ്ങളും കയറും മിക്സ് ചെയ്തിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വൻകിട കമ്പനികൾക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്ത് അതെല്ലാം വിദേശ ഓർഡറുകളാക്കി മാറ്റുകയും ചെയ്തു. ഒരു ദിവസം തന്നെ 6 ലക്ഷം രൂപയുടെ ഉൽപ്പാദനം നടത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ടേൺ ഓവർ 8.5 കോടിയായിരുന്നുവെങ്കിൽ ഈ വർഷം ഊർജിതമായ പ്രവർത്തനത്തിലൂടെ ഉൽപ്പാദനം 12.5 കോടിയിലേക്ക് ഉയർത്തി ഒരു വർഷം തന്നെ 4 കോടിയുടെ അധികം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൻസ്പെൻഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പവർ ലൂമി ഉപയോഗിച്ച് നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കും. മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. ആ ഉൽപ്പന്നം നല്ല രീതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും ഒത്തിരി തൊഴിലാളികൾക്ക് നമുക്ക് പണി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരോക്ഷമായും നമുക്ക് തൊഴിലാളിക്ക് പണി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആലപ്പുഴയിലെ കയർ രംഗം പല കാരണങ്ങൾ കൊണ്ട് കിതയ്ക്കുമ്പോഴും ഇതിനെ അതിജീവിച്ച് കുതിക്കാനുള്ള ഊർജ്ജം ചെറുവാരണം കയർ ആൻഡ് മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സംഭരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കയറിൻ്റെ ലഭ്യതക്കുറവിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേങ്ങയിൽ നിന്ന് ചകിരി സംഭരിക്കുന്ന ഒരു സിസ്റ്റം തൃശ്ശൂർ തൊട്ട് തെക്കോട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങകൾ മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ട് മുഴുവൻ തമിഴ്നാട് ലോബി പർച്ചേസ് ചെയ്തുകൊണ്ട് ഫൈബർ ഉൽപ്പാദനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടുകാരുടെ കൈകളിലേക്ക് ഈ ഫൈബറിൻ്റെ മോണോപ്പൊളി എത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തമിഴ്നാട് ഫൈബർ ഉൽപ്പാദനത്തിൽ നിന്നും മാറി യാൺ ഉൽപ്പാദനത്തിലേക്ക്, അവർ മെക്കനൈസേഷനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, യാൺ ഉൽപ്പാദനത്തിലേക്ക് വന്നു മാത്രമല്ല ആ യാണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയും ഓട്ടോമാറ്റിക് ലൂമുകൾ സ്ഥാപിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ 10 രൂപയും 12 രൂപയും സ്ക്വയർ മീറ്ററിന് കുറച്ചുകൊണ്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കയർ ഉൽപ്പന്ന മേഖലയിലേക്ക് ഒരു പ്രതിസന്ധിയുടെ രൂപത്തിൽ അത് കടന്നു വരുന്നത് അങ്ങനെയാണ്. പരമ്പരാഗത വ്യവസായങ്ങളുടെ നിലനിൽപ്പും വളർച്ചയും ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൻ്റെ തൊഴിൽ സാമ്പത്തിക മേഖലയുടെ ഊർജ്ജം അതോടെ പൂർണ്ണമായും ഇല്ലാതെയാവും. കേരളം എന്ന തനത് അനുഭവം നാളെയിലേക്ക് സഞ്ചരിക്കാൻ വ്യവസായ കേരളം സഹകരണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.